ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രാംബ്ലർ 400Xൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ് കേട്ടോ ഗൈസ്. ഞാൻ അപ്പോൾ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 month ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5000 കിലോമീറ്റേഴ്സിന് മേളിൽ ഞാൻ കവർ ചെയ്തു കേട്ടോ ഗൈസ് ഈ വണ്ടി. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും റിവ്യൂ വരാൻ ഇത്രയും വൈകിയതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ഈ വണ്ടി പല ടെറൈൻസിൽ ഓട്ടിച്ചതിന് ശേഷം റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഈ വണ്ടി എക്സ്ട്രീം ഓഫ് റോഡ് കൊണ്ടുപോയി, പിന്നെ നോർമൽ സിറ്റി ട്രാഫിക്കിൽ യൂസ് ചെയ്തു, പിന്നെ നോർമൽ ഡെയിലി കമ്മ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല ടെറൈൻസിൽ ഞാൻ വണ്ടി ഓട്ടിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ തറവായിട്ട് ഓട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഈ റിവ്യൂ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ വണ്ടിയെപ്പറ്റി പറയാനാണെങ്കിൽ വണ്ടി ഒരു ഓൾറൗണ്ടറാണ് കേട്ടോ ഗൈസ്. എന്ന് പറയുമ്പോൾ നമുക്ക് സിറ്റിയിലായാലും മോശം റോഡിലായാലും നമുക്ക് ഹൈവേസിലായാലും പിന്നെ ഓഫ് റോഡിങ് എക്സ്ട്രീം ഓഫ് റോഡിങ്ങിലായാലും നമുക്ക് ഒരേപോലെ നമുക്ക് കംഫർട്ടബിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ ഈ സ്ക്രാംബ്ലർ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സസ്പെൻഷനാണ് കേട്ടോ. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റാണ്. 150 mm ഫ്രണ്ടും ബാക്കും ട്രാവൽ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സസ്പെൻഷന്. അപ്പോൾ നമുക്ക് ഈ ചെറിയ അൺഈവൻ ഇപ്പം തന്നെ ഈ റോഡ് കണ്ടോ നിങ്ങൾ, ഈ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ ചെറിയ അൺഈവൻ റോഡ്സ് ഒന്നും നമ്മൾ അറിയത്തില്ല നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി പോകുമ്പോൾ. പിന്നെ നമ്മൾ മെയിൻലി സിറ്റി ഓടിക്കാനാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇപ്പോൾ 4th ഗിയർ ഇപ്പോൾ 30 km/h പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 30 km/h പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് സിറ്റിയിലും കൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ. എന്താ 4th ഗിയറിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അനാവശ്യമായിട്ടുള്ള ഗിയർ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ടോർക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. ടോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹയർ ഗിയേഴ്സിൽ തന്നെ നമുക്ക് ലോ സ്പീഡിൽ നമുക്ക് വണ്ടി കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു പോസിറ്റീവാണ് വണ്ടിയുടെ. പിന്നെ നമുക്ക് ഹാൻഡ്ലിങ് ഒരു രക്ഷയില്ല കേട്ടോ. എസ്പെഷ്യലി നമുക്കിപ്പം തന്നെ നമ്മൾ മെയിൻ നല്ല ട്രാഫിക്കിലായാലും നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് വണ്ടി. പിന്നെ നമ്മൾ ലോങ് പോകുമ്പോഴത്തേക്ക് ഗാട്ട് റോഡ്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്വിസ്റ്റീസൊക്കെ ഉണ്ടല്ലോ, കോർണേഴ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിടത്തി തന്നെ എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. അത്ര അടിപൊളി ഹാൻഡ്ലിംഗ് ആണ്. പിന്നെ ഇതിന് വെയിറ്റ് തന്നെ 185 kg വെയിറ്റേ വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സിറ്റിക്ക് അകത്തൂടെ ആയാലും ഇതേപോലെ കോർണേഴ്സ് ആയാലും ലോങ് പോകുമ്പോൾ ആയാലും നമുക്ക് നല്ല രീതിയിൽ ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് വണ്ടി കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര ഇതിൻ്റെ ഒരു പോസിറ്റീവാണ്. പിന്നെ പവറിനെ പറ്റി പറയാനാണെങ്കിൽ പവർ അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ. നമുക്കിപ്പം 40 PS പവർ ഇതിന് വരുന്നുണ്ട്. 37.5 Nm ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിപൊളി പവറാണ് ഇതിൻ്റെ. നമ്മൾ ഒരു ഗിയർ ഡൗൺ ചെയ്ത് നമുക്ക് ഓവർടേക്സ് ഒക്കെ നമുക്ക് നല്ല പുട്ട് പോലെ നമുക്ക് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് പവർ ഒരു ഡെലിവറി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ KTM പോലെ ഈ എടുത്തടിച്ചുള്ള ഒരു പവർ അല്ല നമുക്ക് കിട്ടുന്നത്. നല്ല ലീനിയർ പവർ തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വിക്ക് ഓവർടേക്സ് ഒക്കെ നമുക്ക് ടപ്പന കയറി പോകാൻ പറ്റും. പിന്നെ ഹൈവേസിലൊക്കെ ആണെങ്കിൽ ഗൈസ് നമുക്ക് ടോപ്പ് സ്പീഡൊക്കെ എനിക്ക് അവസാനം ഞാൻ തിരുനെൽവേലി മധുര ഹൈവേയിലൊക്കെ എനിക്ക് 160 വരെയൊക്കെ എനിക്ക് കയറാൻ പറ്റി ഹൈവേയിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലോങ് ടൂറിങ്ങിന് നല്ല രീതിയിൽ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയും കൂടെയാണിത്. അപ്പോൾ ഓഫ് റോഡിനെ പറ്റി പറയാനാണെങ്കിൽ ഓഫ് റോഡ് അടിപൊളിയായിട്ട് നമ്മളെ ഹിമാലയൻ 450 കയറുന്നതിനേക്കാളും എളുപ്പം ഓഫ് റോഡ് സെഷനൊക്കെ നമുക്ക് കയറിപ്പോകാൻ ഇതിൽ പറ്റി കേട്ടോ. നമ്മൾ ലാസ്റ്റ് മന്ത് നമ്മുടെ വാഗമണിലുള്ള ഉളുപ്പുണി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് നമ്മൾ ഒരു ഓഫ് റോഡ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം കയറി മുകളിലെത്തിയ വണ്ടി ഇതായിരുന്നു കേട്ടോ. അപ്പം ഓഫ് റോഡ് അടിപൊളിയാണ് ഈ വണ്ടി, ഒരു രക്ഷയില്ലാതെ ഓഫ് റോഡ് ചെയ്യും കേട്ടോ. പിന്നെ ടയേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ടയേഴ്സ് അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയേഴ്സാണ് ഇതിൽ വരുന്നത്. MRFൻ്റെ ടയേഴ്സ് തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് 19 ഇഞ്ചും
ബാക്ക് 17 ഇഞ്ച് ടയറുമാണ് ഇതിൽ വരുന്നത്. അപ്പം ഹാൻഡ്ലിങ്ങിനൊക്കെ അടിപൊളിയാണ്, നല്ല ഗ്രിപ്പുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ മഴയത്ത് ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നല്ല റോഡിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിടത്തി പോകാൻ പറ്റിയ ടയേഴ്സാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഗൈസ്. റൈഡിങ് കംഫർട്ടാണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ആക്ടിങ്. ആ ഒരു 150 mm ആവശ്യമുള്ളൂ നമുക്ക്. പിന്നെ നമ്മുടെ റോഡ്സിന് ആവശ്യമായിട്ടുള്ള സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മിറ്റിയോറിൽ നിന്നാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അപ്പം മിറ്റിയോർ എനിക്ക് ചെറിയ ഗട്ടർ വരെ എനിക്ക് നടുവിൽ അടി കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്ക്രാംബ്ലർ എടുത്തതിന് ശേഷം അതിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആ ഒരു റൈഡിങ് കംഫോർട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയെന്ന് പറയാൻ കേട്ടോ ഗൈസ്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ബ്രേക്കിംഗ് വളരെ മോശമാണ് കേട്ടോ ഗൈസ്. ബ്രേക്കിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓർഗാനിക് ഡിസ്പാറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് പാഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ബൈറ്റ് വളരെ കുറവാണ്. എസ്പെഷ്യലി ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും പിടിച്ചാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല എനിക്ക് 3500 കിലോമീറ്റർ ആയപ്പോൾ എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറേണ്ടി വന്നു. 5000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പം ബാക്ക് ബ്രേക്ക് പാഡും എനിക്ക് മാറേണ്ടി വന്നു കേട്ടോ ഗൈസ്. അപ്പം ഈ ബ്രേക്കിങ്ങിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഐംഫിൻ്റെ തന്നെ സ്പീഡിൻ്റെ ബ്രേക്ക് പാഡാണ് ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീഡിൽ വരുന്നതെന്ന് പറയുമ്പോൾ ബ്രംബോയുടെ ഫുള്ളി സെറാമിക് ബ്രേക്ക് പാഡാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്രംബോയുടെ ഫുള്ളി സെറാമിക് ബ്രേക്ക് പാഡാണ്. അപ്പോൾ ഈ ബ്രേക്ക് പാഡ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. കേട്ടോ അത്യാവശ്യം നല്ല ബൈറ്റ്, പണ്ടത്തെക്കാളും നല്ല ബൈറ്റ് എനിക്ക് ഈ ഫ്രണ്ട് ഈ സെറാമിക് ബ്രേക്ക് പാഡ്സിലോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് നല്ല ബൈറ്റ്. ബാക്കിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബ്രേക്ക് പാഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വെസ്ര എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെയാണ്. വെസ്രയുടെ ഫുള്ളി സെറാമിക്കാണ് ഞാൻ ഇപ്പം ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് മാറി നമ്മൾ സെറാമിക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ബ്രേക്കിംഗ് ബൈറ്റും പെർഫോമൻസും നമുക്ക് ഇതിൽ കിട്ടുന്നതാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വളരെ മോശമാണ് കേട്ടോ ഗൈസ്. വളരെ മോശമായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഇവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ട്രയംഫ് ഈ വണ്ടി രാത്രി ഒന്ന് ഓട്ടിച്ച് ടെസ്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ലൈറ്റ് അത്രയ്ക്ക് മോശം ലൈറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രയംഫ് ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫുൾ LED ലൈറ്റിംഗ് ആണ് വരുന്നത്. 3-4 ബൾബൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. പക്ഷേ ഒരു കാര്യമില്ല, വൈറ്റ് ലൈറ്റാണ്, ഒരു കാര്യമില്ല. ഇതിൻ്റെ ഒട്ടും പ്രകാശമില്ല കേട്ടോ. രാത്രി ലൈറ്റ് നമ്മൾ ഡിമ്മും ബ്രൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് വരെ സംശയമാണ്. അത്ര മോശം ലൈറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഫോഗ് ലാംപ്സ് വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോഗ് ലാമ്പ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ വണ്ടി രാത്രി കോൺഫിഡൻസോടെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അത് സത്യമാണ്. ഇനി ഗൈസ് ഞാൻ ഇതിൻ്റെ ഒരു പവർ ഡെലിവറി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പം അത്യാവശ്യം ട്രാഫിക്കുള്ള റോഡാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പവർ ഡെലിവറി ഒന്ന് കാണിച്ചു തരും. ഇപ്പം 3rd ഗിയറിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ കൈ കൊടുക്കുകയാണെങ്കിൽ കണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ 3rd ഗിയറിൽ തന്നെ നമുക്ക് ആടിച്ചെടുത്തോണ്ട് പോകാൻ പറ്റും വണ്ടി. സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് നമുക്ക് ആയി കഴിഞ്ഞു. വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല. എസ്പെഷ്യലി മിഡ് റേഞ്ച് പെർഫോമൻസ് ഭയങ്കര ഇതാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു 40 പിന്നെ 50, 60, 70, 100 വരെ നമ്മളത് പെട്ടെന്ന് കയറും. മിഡ് റേഞ്ച് പെർഫോമൻസ് അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ് കേട്ടോ ഈ വണ്ടിക്കുള്ളത് ഗൈസ്. പിന്നെ വണ്ടിയുടെ ഒരു മേജർ ഡ്രോബാക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഈ വണ്ടിക്ക് ചില സമയങ്ങളിൽ ഒരു സ്റ്റോളിങ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. സ്റ്റോളിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി ചില സമയത്ത് ഇതേപോലെ 3rd നിന്ന് 2nd പോലെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടി ഓഫായി പോകും. അത് മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ RPM നമ്മൾ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി RPM ലോ ആവും. RPM ലോ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗിയർ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പിടിച്ചിട്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ വണ്ടി സഡനായിട്ട് ഓഫായി പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അതൊരു മേജർ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്.
അത് ഞാൻ ട്രയംഫ് ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനി വേറെ ഒന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ട്രയംഫ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവരുടെ സർവീസാണ് കേട്ടോ. സർവീസ് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ട്രയംഫിന് ഒരിക്കലും ഇന്ത്യയെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇതിപ്പം ഇങ്ങനത്തെ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ട്രയംഫിൻ്റെ തന്നെ വേറെ കുറേ ഓണേഴ്സിനടുത്ത് സംസാരിച്ചപ്പോൾ ഇതേപോലത്തെ ഇഷ്യൂസ് അവരും ഫേസ് ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ ഈ വണ്ടി ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ വണ്ടികൾക്കാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത് കേട്ടോ ഗൈസ്. അത് എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ വണ്ടി പെട്ടെന്നായിട്ട് ഇങ്ങനെ സ്റ്റോൾ ചെയ്ത് വണ്ടി അങ്ങ് ഓഫായി പോകും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സെൽഫ് അടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പെട്ടെന്ന് എടുക്കത്തുമില്ല വണ്ടി, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടേ വണ്ടി ഓൺ ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ ഈ സ്റ്റോളിങ് ഇഷ്യൂ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ട്രയംഫിൻ്റെ തന്നെ നമ്മുടെ കൈമരത്തുള്ള സർവീസ് സെൻ്ററിൽ മാനേജറിനടുത്ത് സംസാരിച്ചു. അപ്പോൾ മാനേജർ ഒരു ദിവസവും കൂടെ വണ്ടി ഫുൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസ് സെൻറ്റർ കൺസ്ട്രക്റ്റീവായിട്ട് തന്നെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്തായാലും ഇത് ട്രയംഫിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വരുന്ന ചില ഡിഫോൾട്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവരത് ഫ്യൂച്ചറിൽ സോൾവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും വല്ലപ്പോഴും വരുന്ന ഈ ഒരു ഇഷ്യൂ എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ സർവീസ് സെൻറ്ററിൽ കയറ്റി നോക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കേട്ടത് എങ്ങനെയാണ് ഇപ്പം ഇനി ഫ്യൂച്ചറിൽ സ്റ്റോളിങ് ഇഷ്യൂ മാറിയോ ഇല്ല എന്നൊക്കെ ഞാൻ പറയാം. എന്തായാലും അറ്റ് പ്രസൻറ്റ് വല്ലപ്പോഴും ഇതേപോലെ സ്റ്റോളിങ് ഇഷ്യൂ എൻ്റെ വണ്ടി സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ. ഞാനൊരു 3 മാസം ഓൾമോസ്റ്റ് ഒരു 5000 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഈ ഒരു റിവ്യൂ പറയുന്നത്. അപ്പം മൈലേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. മൈലേജ് ഓൾമോസ്റ്റ് ഒരു 25 എനിക്ക് കിട്ടുന്നുള്ളൂ പേഴ്സണലി, 25. പിന്നെ അതിനേക്കാളും നമ്മൾ ഹൈവേസിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ 20 വരെ എനിക്ക് കിട്ടിയ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ, 20 വരെ. അതുകൊണ്ട് മൈലേജ് നോക്കിയാണെങ്കിൽ ആരും ഈ വണ്ടി എടുക്കാൻ നിൽക്കില്ലേ, മൈലേജ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈവേ ടൂർ, സിറ്റി റൈഡ്, പിന്നെ ഓഫ് റോഡ്, ട്രയൽസ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് കൊണ്ട് നടക്കാനൊരു വണ്ടിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്ക്രാംബ്ലർ എടുക്കാം. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ വണ്ടികൾക്കും ഉണ്ട്. ഒരു വണ്ടിയും പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് ഇതും പെർഫെക്റ്റ് അല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോർട്ട് എൻ്റെ റൈഡ് റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ബൈ.